वो कॉन्स्टिट्यूशन दो मुझे। ये जो है, ये संविधान जो है, ये भारत माता का संविधान है। ये भारत माता का संविधान है। इसको अंबेडकर जी ने, गांधी जी ने, नेहरू जी ने, पटेल जी ने लिखा है, बनवाया है, मगर इसमें 3000 साल पुरानी आवाज है, हिंदुस्तान की आत्मा की आवाज है। और जब ये लोग वोट चोरी करते हैं तो ये इस आत्मा पर आक्रमण करते हैं, ये इस संविधान पर आक्रमण करते हैं। ये भारत माता पर आक्रमण कर रहे हैं। और हम भारत माता पे ना नरेंद्र मोदी को ना इलेक्शन कमीशन को ജനാധിപത്യ രാജ്യം എന്ന് പറയപ്പെടുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ട് കള്ളന്മാർക്കെതിരെയുള്ള യാത്ര ഇന്ന് 3ാമത്തെ ദിവസം കേട്ടോ. ആ യാത്രയിൽ വരുന്ന ആളുകളുടെ എണ്ണവും കണക്കും നിങ്ങൾ ഒരു നാഷണൽ മീഡിയാസിൽ തപ്പിക്കഴിഞ്ഞാലും കിട്ടില്ല. വളരെ വിരളമായിട്ടുള്ള കുറച്ച് ചാനലുകൾ ഒഴികെ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഗോദി മീഡിയയിൽ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടില്ല. ഗോദി മീഡിയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും മോദിജിയുടെ വാല് തൂങ്ങി, അതല്ലെങ്കിൽ താടി തൂങ്ങി നടക്കുക, ആസനം നക്കുക, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഗോദി മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഇങ്ങനൊരു വിഷയം മുന്നോട്ട് വെച്ച സമയത്ത് പോലും എങ്ങനെങ്കിലും സംഘപരിവാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗോദിയുടെ അല്ലെങ്കിൽ മോദി എന്ന് പറഞ്ഞ നമ്മുടെ താടിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്ന കുറേ ഗോദി മീഡിയാസിനെയാണ് നമ്മൾ കണ്ടത്. പച്ചക്ക് തെളിവ് കൊടുത്ത്, പച്ചക്ക് തെളിവ് കാണിച്ച്, പല മീഡിയാസും ആ തെളിവ് കാണിച്ച സ്ഥലങ്ങളിൽ പോയിട്ട് അത് കൺഫേം ചെയ്തിട്ട് പോലും ആ വാർത്തക്ക് പിന്നാലെ പോവാണ്ട് ഇപ്പോഴും അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും പിന്നെ മോദിയുടെ വാലും തൂങ്ങി നടക്കുന്ന ഒരു ഊള നാഷണൽ മീഡിയാസ് എന്ന് പറഞ്ഞേക്കാൾ നല്ല നാണം കെട്ട മീഡിയ എന്ന് പറയുന്നതായിരിക്കും ഈ മീഡിയാസിനൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ കുറേ നല്ല ചാനലുകളാണ് വീണ്ടും കുറേയും കൂടെ ഒക്കെ അതിനെപ്പറ്റി സംസാരിച്ചതും രാഹുൽ ഗാന്ധി ഇപ്പം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു യാത്രയുടെ വിശദമായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലിപ്പുകൾ വെക്കുന്നുണ്ട് അവിടെ നടക്കുന്ന ആളുകളുടെ എത്രത്തോളം ആളുകളാണ് അങ്ങോട്ട് വന്നത്. അതായത് ആത്മാർത്ഥമായിട്ട് ആളുകൾ വരിക, അല്ലാണ്ട് ഗോദി മീഡിയയിൽ കാണിക്കുന്ന പോലെ, അതല്ലെങ്കിൽ നമ്മുടെ താടിജി കാണിക്കുന്ന പോലെ ആളുകളൊന്നും വന്നിട്ടില്ലെങ്കിലും വോട്ട് കയറ്റുന്ന പരിപാടിയല്ലത്. ആളുകൾ അവരുടെ വോട്ട് കട്ട് കൊണ്ടുപോയിട്ടുള്ള കള്ളന്മാർക്കെതിരെ, അല്ലെങ്കിൽ അതിന് കൂട്ട് നിന്നിട്ടുള്ള കള്ള കമ്മീഷനെതിരെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു രോഷവും ദേഷ്യമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രയിലോട്ട് പങ്കെടുക്കുന്നതും ഇനി അവിടുത്തെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ബീഹാറിൽ ഓൾമോസ്റ്റ് 68 ലക്ഷം വോട്ടോളം മുക്കിക്കളഞ്ഞ്, അല്ലെങ്കിൽ 22 ലക്ഷം ആൾക്കാരെ കൊന്നുകളഞ്ഞ്, 36 ലക്ഷം ആൾക്കാരെ അവിടെ നാട് കടത്തിയിട്ടുള്ള നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന BJP കമ്മീഷനും അതിന് കൊടപിടിക്കുന്ന നമ്മുടെ നാട്ടിലെ ഹോം മിനിസ്ട്രിയും നമ്മുടെ നാട്ടിലെ കേന്ദ്ര സർക്കാരും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഗോദി മീഡിയയിൽ നിങ്ങളിതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തത് കിട്ടാൻ പോകുന്ന കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ചില ഗോദി മീഡിയാസ് ഉണ്ട്, സംഘപരിവാറിൻ്റെ എച്ചിൽ നക്കി ജീവിക്കുന്ന ചില എന്താ പറയുക മലനാടൻ സക്കറിയമാർ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ന്യൂസ് വന്ന് അന്ന് മുതൽ രാഹുൽ ഗാന്ധിനെ കള്ളനെന്ന് വിളിച്ച് നടക്കുക എന്നല്ലാണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കുറ്റങ്ങൾ, രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തെളിവുകളുടെ പിന്നാലെ പോവാണ്ട് ഇപ്പോഴും മോദിയുടെ വാല് തൂങ്ങി നടക്കുന്ന, അല്ലെങ്കിൽ സംഘികളുടെ ആസനം നക്കി നടക്കുന്ന സ്കറിയമാരും, അതായത് മലനാടൻ സ്കറിയമാരൊക്കെ വിപുലമായിട്ടുള്ള നാടാണ് നമ്മുടെ നാട്. അതുപോലെ തന്നെ മറ്റു ചില എന്താ പറയുക വെട്ടാവളിയന്മാർ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ഉണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളെ കൂട്ടത്തിലുണ്ട്. ABC മലയാളം പോലത്തെ ചാനലുകൾ. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ മോദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ രാഷ്ട്ര സ്നേഹികൾ ഈ 2 മനുഷ്യന്മാരാണ് തോന്നിപ്പോവും, ഈ 2 വേട്ടാവളിയന്മാരാണെന്ന് തോന്നിപ്പോവും. ഒരു സുനിൽ വളിയാറും അതുപോലെ തന്നെ നമ്മുടെ വെറയൻ TG നമ്മുടെ ദാസപ്പനുമാണ്. ദാസപ്പനും വളിയാറും കൂടെ രാവിലെ വന്ന് സ്റ്റുഡിയോയിൽ വന്ന് ഇരുന്നിട്ട് പിന്നെ അങ്ങ് തള്ളുക, എമ്മാതിരി തള്ളാന്നറിയോ. രാവിലെ തന്നെ ഒരു കപ്പലങ്ങ് അവരുണ്ടാക്കും, യുദ്ധക്കപ്പൽ, ഇന്ത്യയുടെ യുദ്ധക്കപ്പൽ. എന്നിട്ട് നമ്മുടെ ദാസപ്പൻ പറയും നേരെ ചൈനയിലോട്ട് വിട്ടോ, ചൈനക്കാരൊന്നും പേടിപ്പിക്കാന്ന് പറയും. എന്നിട്ട് എന്താ തള്ളു. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളൊരു ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കിയിട്ട് നേരെ അങ്ങോട്ട് വിടും, അമേരിക്കയുടെ മേലൊന്ന് പറന്ന് വന്നോന്ന് പറയും. അവരൊന്ന് പേടിച്ചോട്ടെ, നമ്മുടെ മോദിജി ആരാന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അത് കഴിഞ്ഞ് ദാസപ്പന് സമയമുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും കൂടെ സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് 2 മിസൈൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇറാനിലോട്ടും വിടും, ഒന്ന് അങ്ങോട്ട് പലസ്തീനിലോട്ടും വിടും. എന്നിട്ട് ഭയങ്കര തള്ള. ഇങ്ങനെ തള്ളി ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ 2 വേട്ടാവളിയന്മാർ നാസയിലെ സയന്റിസ്റ്റിനേക്കാൾ വലിയ, അല്ലെങ്കിൽ ISROയിലെ നമ്മുടെ സയന്റിസ്റ്റിനേക്കാളൊക്കെ വലിയ, ഇന്ത്യ എന്നല്ല നമ്മുടെ ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധി രാക്ഷസന്മാരാണെന്ന്
ഈ പാവം സംഘികളെ പറഞ്ഞു പറ്റിച്ച് സംഘികൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ മറ്റേ അപ്പക്കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ ഇവന്മാർ തൂറുന്ന എല്ലാത്തും ഇട്ട് കൊടുത്ത് ചിന്തിച്ച് അത് തീറ്റിച്ച് ജീവിക്കുന്ന ഇങ്ങനത്തെ ചില മീഡിയ മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ മീഡിയ മാധ്യമങ്ങളൊന്നും കാണാതെ പോകുന്നതാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോസിലൂടെയും ബാക്കി ഇതിലൂടെയൊക്കെ നമ്മൾ കാണിച്ചു തരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ വീഡിയോസോ അല്ലെങ്കിൽ ഇപ്പം ബീഹാറിൽ നടക്കുന്ന എത്രത്തോളം അവിടെ ആളുകൾ വരുന്നു, എത്രത്തോളം ആളുകൾ അങ്ങോട്ട് ഒഴുകി എത്തുന്നു തങ്ങളുടെ വോട്ടിൻ്റെ ഞങ്ങളുടെ വോട്ട് കെട്ട ആൾക്കാരെ തപ്പാൻ വേണ്ടിയിട്ട് എത്ര ആളാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ കൂടുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചില പ്രത്യേക ചാനലുകൾ കാണാം. അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ചില ആളുകൾ ഇങ്ങനത്തെ വീഡിയോസും ചില ചാനൽസും ഒക്കെ ഇടുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാണ്ട് നിങ്ങൾ മലനാടൻ്റെ പിന്നാലെ പോയാൽ കുറച്ച് മലം അവൻ തൂറിത്തരും, അത് നക്കി ജീവിക്കേണ്ടി വരും, നമ്മുടെ സംഘികൾ ജീവിക്കുന്ന പോലെ. അല്ലാണ്ട് രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ എന്താണെന്ന് ആ പരമനാറയ്ക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇനി മറ്റു ചില കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന് 3rd ഡേ ആണ് ഈ ഒരു യാത്രയുടെ. അവിടേക്ക് വരുന്ന രാഹുൽ ഗാന്ധിയുടെ കൂടെ അണിനിരക്കുന്ന, അതുപോലെ തന്നെ തേജസ്വി യാദവിൻ്റെ കൂടെ അണിനിരക്കുന്ന ആളുകളുടെ രോക്ഷം അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് അവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ഇവരുടെ വോട്ട് എങ്ങനെയാണ് കളവ് പോകുന്നത്, അതായത് ഇവർ പോലും അറിയാത്ത പല ഗ്രാമങ്ങളും അവിടുത്തെ ഇതുവരെ ഒരു ആളുകൾ പോലും താമസിക്കാത്ത പല പ്ലെയിനായിട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളിലും പല പല പുതിയ അഡ്രസ്സുകൾ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഈ വോട്ടർ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സുപ്രീം കോടതി എന്താ പറയുക, നമ്മുടെ ചീഫ് ഇലക്ഷൻ BJP കമ്മീഷനോട് പറഞ്ഞു നിങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് പുറത്തു വിടാൻ. അത് പുറത്തു വിടൂല എന്നായിരുന്നു ഈ പറഞ്ഞ BJP കമ്മീഷൻ പറഞ്ഞത്. അത് പാടില്ല, വിട്ടു കൊടുക്കണം. അതുപോലെ തന്നെ ഈ 68 ലക്ഷം ആൾക്കാരെ നിങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിസ്റ്റും കൂടെ പുറത്തു വിടണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൊണേഷ് കുമാർ, നമുക്കറിയാമല്ലോ എന്താ ഇയാളെ പേര്, ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ പേരുണ്ടല്ലോ, കൊണേഷ് ഏതായാലും കൊണേഷിനോട് പറഞ്ഞിട്ടുണ്ട് വിട്ടുകൊടുക്കണം. അതായത് എവിടെ നിന്ന് വന്നു ഈ പറഞ്ഞ 22 ലക്ഷം ആൾക്കാർ എങ്ങനെ മരിച്ചു, ആരാണ് നിങ്ങൾക്ക് ഇതിൻ്റെ തീരുമാനം കൊണ്ടു തന്നതെന്ന് ചോദിച്ചപ്പം മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നാണ് നമ്മുടെ കൊണേഷൻ പറഞ്ഞത്. ഏതായാലും കൊണേഷൻ്റെ ഒക്കെ അണ്ണാക്കിലോട്ടാണ് ഇപ്പം സുപ്രീം കോടതി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഈ പറഞ്ഞ ലിസ്റ്റുകൾ പുറത്തു വിട്ടേ പറ്റൂ. അങ്ങനെ ഈ ലിസ്റ്റുകൾ പുറത്തു വിട്ട് ഇപ്പോൾ ആ ലിസ്റ്റുകൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ്സുകാരും അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റ് പാർട്ടിയുടെ ആളുകളും ബീഹാറിലാണ് ഇപ്പം തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് തപ്പുന്ന സമയത്താണ് പല ഗ്രാമങ്ങളിലും പല ഇല്ലാത്ത വീടുകളുടെ പേരിൽ ഒരുപാട് പുതിയ അഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ അഡ്രസ്സിൻ്റെ താഴെയും 10, 20, 30 ആൾക്കാരെ തള്ളിക്കയറ്റിയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ തള്ളിക്കയറ്റി ഇതൊക്കെ BJPക്ക് വോട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട്, NDAക്ക് വോട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താഡിജിയുടെ പാർട്ടിയും അതുപോലെ തന്നെ നമ്മുടെ കൊണേഷ് കുമാറിൻ്റെ കമ്മീഷനും കൂടെ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന് വ്യക്തമായിട്ട് ഓരോ ദിവസവും അഡ്രസ്സുകളും ഇല്ലാത്ത ആളുകളെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉള്ള ആളുകളെ കോൺഗ്രസിന് അനുഭാവികളായിട്ടുള്ള കോൺഗ്രസിന് സപ്പോർട്ട് ചെയ്യുന്ന ഉള്ള ആളുകളെ കൊന്നുകളഞ്ഞത് എങ്ങനെയാണെന്നുള്ളതും ആ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയത് എങ്ങനെയാണെന്നുള്ളതിൻ്റെയും തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ മലനാടൻ്റെ ചാനൽ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ABCയിലെ ഈ വളിയന്മാരുടെ ചാനൽ കണ്ടുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതുപോലെ തന്നെ ഗോധി മീഡിയയിലെ ഒരു ചാനൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഈ ന്യൂസും കാര്യങ്ങളൊന്നും കിട്ടില്ല. മറ്റ് വേറെ കുറച്ച് ചാനലുകളുണ്ട്, നിങ്ങൾക്ക് തപ്പി നോക്കി രാഹുൽ ഗാന്ധിയുടെ പേജിൽ നിങ്ങൾക്ക് കിട്ടും, കോൺഗ്രസിൻ്റെ പേജിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം വരുന്നുണ്ട്. നമുക്ക് മാക്സിമം പറ്റാവുന്ന കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട്. അതുപോലെ കുറച്ച് പേര് ഇങ്ങനത്തെ നല്ല അതായത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അവിടെ കാണിച്ചു തരുന്ന വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളാണ് ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിരുന്നത്. അവിടുത്തെ എത്ര ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾ ഇറങ്ങി വന്ന് ഇതിന് വേണ്ടിയിട്ട് അവരുടെ അവസ്ഥ അവർ പുറത്തോട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യമായിട്ടുള്ള കാര്യം. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്നൊരു മഹാറാലി, ഇന്ന് വൈകിട്ടൊരു വലിയൊരു എന്താ പറയുക ഒരു മഹാസമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെയാണ് അവിടെ കഴിയുന്നത്. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഇതേ സമയത്ത് തന്നെ ഇപ്പം നിങ്ങൾ ഇംപീച്ച്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഇംപീച്ച്മെൻറ്റ് ആക്ട് അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റ് മൂവ്മെൻറ്റിന് നമ്മുടെ പ്രതിപക്ഷം പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ടായിരിക്കും അത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 3/2 ഭൂരിപക്ഷം വേണ്ട ഒരു നടപടിയാണിത് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ. അപ്പോൾ അവിടുത്തെ MP-മാരുടെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും 3/2 ഭൂരിപക്ഷം ഇതിന് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ലോക ചരിത്രത്തിൽ തന്നെ അതല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കാണ്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷൻ വെറും ഒരു ഗോദി സപ്പോർട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ BJPയുടെ വക്താക്കളായിട്ട് വന്നിട്ട് രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ദിവസം പല ചോദ്യങ്ങൾക്കൊന്നും ഉത്തരങ്ങളില്ലാണ്ട് നെക്സ്റ്റ് അടിച്ച് പോയത് നമ്മൾ കണ്ടു.
ചോദ്യം ചോദിച്ചതിന് അമ്മയുടെ ഇമോഷൻസും പറഞ്ഞ് ജീവിച്ച കുറേ വിവരം കെട്ട എന്താ പറയുക കൊണേഷന്മാരെ നമ്മൾ കണ്ടു. അതിൻ്റെ കൂടെ തന്നെ രാഹുൽ ഗാന്ധിനോട് സത്യവാങ്മൂലം വേണം, അതല്ലെങ്കിൽ മാപ്പ് പറയണമെന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് തിരിച്ചു പറഞ്ഞ നമ്മുടെ ഠാക്കൂർ മോനെയും അല്ലെങ്കിൽ മറ്റ് പല ആളുകളെയും പറഞ്ഞതിൽ ഒന്നും ഒരു വാക്ക് പോലും ഉരിയാടാതെ മിണ്ടാതെ വാലും ചുരുട്ടി BJPയുടെ ആസനം നക്കി വാലും ചുരുട്ടി അവരുടെ പഞ്ചപുച്ഛമടക്കിയിട്ട് അവരുടെ കാല് നക്കി ജീവിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനായി നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ളതും നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഇംപീച്ച്മെൻറ്റിൻ്റെ എന്താ പറയുക ഒരു ചരിത്ര വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യം നടക്കാൻ പോവുകയാണ്. അത്രക്ക് തോൽവിയായിട്ടുള്ള നാണം കെട്ട ഒരു ഇലക്ഷൻ കമ്മീഷനും ആ ഇലക്ഷൻ കമ്മീഷൻ താങ്ങി നടക്കുന്ന ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. സത്യാവസ്ഥ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതിനെതിരെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഇതിനെതിരെ ശബ്ദമുയർത്താൻ പറ്റുക, സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങനെ, അതല്ലാതെ അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തീർച്ചയായും ചെയ്യണം. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനത്തെ കാര്യങ്ങളും പറഞ്ഞുതരാൻ. അതിൻ്റെ കൂടെ തന്നെ മാക്സിമം ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റാക്കി തന്നെ ഇടണം. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ എടുത്തോട്ട് എത്തുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് മാക്സിമം നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇങ്ങനത്തെ ആളുകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോദി മീഡിയക്കെതിരെയും നമ്മുടെ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മക്കെതിരെയും നമ്മുടെ ജനാധിപത്യത്തിനെതിരെ അവർ കാണിക്കുന്ന ചെറ്റത്തരത്തിനെതിരെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം. അത് മാത്രമാണ് റിക്വസ്റ്റ് ഉള്ളത്.